അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. അള്ളാഹുവേ, നമ്മളുടെ സർവ്വ പാപങ്ങളും നീ പുറത്തു തരികയും നമുക്കെല്ലാവർക്കും അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യുകയും ചെയ്യണമേ. ആമീൻ. ഇന്നലെ വരെ നമ്മൾ പ്രതിപാദിച്ചു കൊണ്ടിരുന്നത് സൂറത്തുൽ ബഖറയിലെ 24-ാമത്തെ ആയത്ത് വരെയാണ്. സത്യനിഷേധികളെ പറ്റിയാണ്. ഇനി സ്വർഗത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. സത്യം വിശ്വസിച്ചവരുടെ കാര്യം 25-ാമത്തെ ആയത്ത് മാത്രമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തി റിസ്ഖൻ ഖാലൂ ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ ഫൗതൂ ബിഹി മുതശാബിഹാ വലഹും ബിഹാ അസ്വാജും മുതഹ്ഹറത്തുൻ വഹും ഫീഹാ ഖാലിദൂൻ. നബിയെ, അവരെയും അറിയിക്കണേ, സത്യം അറിഞ്ഞവർ ഉറപ്പിച്ചോരാ. ചെയ്തു സൽക്കർമ്മം അവരും തന്നെ, അവരെ അറിയിക്കി നബിയായോരേ. സത്യവിശ്വാസം ഉൾക്കൊണ്ടവരെയും സത്യം അറിഞ്ഞ് ജീവിച്ചവരെയും സൽക്കർമ്മം ചെയ്തവരെയും ഒന്നറിയിക്കണേ നബിയേ എന്നാണ് അള്ളാഹു പറയുന്നത്. സ്വർഗം അവർക്കാണ് തീർച്ച തന്നെ, വാസം സുഖവാസം അതിലുണ്ടെന്നേ. തോട്ടം പലതരം അവിടെയുണ്ടേ, അരുവി അതിൻ താഴെ ഒഴുകുന്നുണ്ടേ. ഓരോ പഴങ്ങളും അവർക്ക് നൽകും, പറയുന്നവരപ്പോൾ തിന്നതല്ലേ. എന്താ പറയാനായി കാരണവും രൂപം ദുനിയാവിൽ ഇത് പോലെയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അവർക്ക് ഈ സത്യം വിശ്വസിച്ചവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം നബിയെ. സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കും അവർക്ക് സ്വർഗത്തിൽ പല പല തോട്ടങ്ങളുണ്ട്. അതിന് താഴെയായിട്ട് പല പല അരുവികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതുപോലെ അവർക്ക് അവിടെ ആഹാരത്തിനായി പഴങ്ങൾ കൊടുക്കും. ആ പഴങ്ങൾ അവർ കാണുമ്പോൾ തന്നെ പറയും, ഇത് നമുക്ക് ദുനിയാവിൽ വെച്ച് കിട്ടിയതാണല്ലോ. കാരണം അതിൻ്റെ ആ രൂപസാദൃശ്യം ദുനിയാവിലെ പഴങ്ങളെപ്പോലെ ഇരിക്കും സ്വർഗത്തിലെ പഴങ്ങൾ. പക്ഷേ അത് രുചിച്ച് നോക്കുമ്പോൾ അതിൻ്റെ രുചികൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ അവർ സ്വർഗവാസികൾ പറയുന്നത്, ഇത് നമുക്ക് മുമ്പ് കിട്ടിയ ദുനിയാവിൽ വെച്ച് കിട്ടിയ പഴമാണല്ലോ. എന്താ പറയാനായി കാരണവും രൂപം ദുനിയാവിൽ ഇത് പോലെയാ. പക്ഷേ രുചിച്ചാലോ രുചി വേറെയാ, പലതും പല രുചിയാൽ സമൃദ്ധമാണേ. ഇതിന് പുറമേയും അവർക്ക് നൽകും ഇണയും പരിശുദ്ധം ഇണകൾ തന്നെ.
അവരും വസിക്കുന്നു കാലകാലം. മരണം അവിടെയായി അന്യമാണേ. ഇതിനൊക്കെ പുറമേ നല്ല പരിശുദ്ധമായ ഇണകളെയും അവിടെ കൊടുക്കുമെന്ന്. അപ്പം ഈ ഇണകളെ പറ്റി ചിലർ പറയുന്നല്ലോ, ചില വിവരം കെട്ടവരോ ഹൂറിലീങ്ങൾ കിട്ടുമെന്നും അങ്ങനെയൊക്കെ കളിയാക്കി പറയുന്നുണ്ട്. അത് ഈ ആയത്തിനെ സംബന്ധിച്ചാണ് കളിയാക്കി പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി പരിശുദ്ധമായ ഖുർആൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. ഓ നബിയേ, വബശ്ശിർ, ഓ നബിയേ, അവരെ സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. അല്ലദീന, എങ്ങനെയുള്ളവർക്കാണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടതെന്ന് അറിയുമോ നബിയേ? ആമനൂ, അവർ സത്യവിശ്വാസികളാണ്, സത്യത്തെ വിശ്വസിച്ചവരാണ്. മാത്രമോ വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരുമാണ്. അങ്ങനെയുള്ളവരെയാണ് നബിയെ നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കേണ്ടത്. എന്താണ് സന്തോഷവാർത്ത അറിയിക്കുന്നത്? അന്നലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അവർക്ക് ജീവിത സുഖത്തിന് വേണ്ടി ആ സ്വർഗത്തിൽ നല്ല തോട്ടങ്ങളുണ്ടാകും നബിയേ, നല്ല നല്ല തോട്ടങ്ങളുണ്ടാകും. മാത്രമാണോ, ആ തോട്ടങ്ങളുടെ താഴ്ഭാഗങ്ങളിൽ കൂടി നല്ല നല്ല അരുവികൾ ഒഴുകുന്നുണ്ടാകും നബിയേ. അങ്ങനെ അവരോട് സന്തോഷവാർത്ത അറിയിക്കുക. അള്ളാഹു പറയുക, സത്യവിശ്വാസം ഉൾക്കൊണ്ടവർക്കാണ്. സത്യനിഷേധികൾക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞു നരകത്തിൻ്റെ കാഠിന്യത. വീണ്ടും പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹു പറയുന്നു, കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു വഅതൂ ബിഹി മുതശാബിഹാ. അവർക്ക് അവിടെ വെച്ച് ആഹാരമായി പഴങ്ങൾ, ഓരോ പഴങ്ങളും കൊടുക്കുമ്പോൾ അവരത് കാണുമ്പോൾ തന്നെ പറയും, ഇത് ദുനിയാവിൽ വെച്ച് നമുക്ക് മുമ്പേ കിട്ടിയ പഴമല്ലേ. കാരണം എന്താണെന്നറിയുമോ? കാരണം ഈ ദുനിയാവിലെ പഴങ്ങളും സ്വർഗത്തിലെ പഴങ്ങളും അതിൻ്റെ രൂപസാദൃശ്യം ഒരേപോലെയാണ് കേട്ടോ. അതുകൊണ്ട് അവർ പറയും, ഇത് ദുനിയാവിൽ വെച്ച് കിട്ടിയ പഴമാണല്ലോ, സ്വർഗത്തിലെ വേറെ പഴമില്ലേ. പക്ഷേ അവരാ പഴങ്ങൾ രുചിച്ചു നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, ഇത് ദുനിയാവിൽ കിട്ടിയ പഴമല്ല, ഇത് സ്വർഗത്തിലെ പഴമാണ്, രുചി വേറെയാണ്. വലഹും ബിഹാ അസ്വാജും മുതഹറത്തുൻ വഹും ബിഹാ ഖാലിദൂൻ. അവർക്കവിടെ പരിശുദ്ധരായ ഇണകളുണ്ട് കേട്ടോ. അവരുടെ ജീവിതം ഇനി അങ്ങോട്ട് ശാശ്വതമായ ജീവിതമാണ്, ഒരിക്കലും അവസാനിക്കാത്ത ജീവിതമാണ്. നല്ല ഇണകളും അവർക്കുണ്ട്. ഈ ഇണകളെപ്പറ്റി പറയുമ്പോഴാണ് വേറുള്ളവർക്ക് ചൊറിച്ചിലുണ്ടാകുന്നത്. ഹൂർലീങ്ങൾ കിട്ടുന്നവരാണ് അവർ, ഷഹീദാവട്ടെ എന്നൊക്കെ കളിയാക്കി യൂട്യൂബിലും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ, അള്ളാഹു നമ്മെ എല്ലാവരെയും സത്യവിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.